നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് ശശി തരൂർ. എല്ലാവരും തന്നോട് കേരളത്തിൽ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നതായും തരൂർ ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിൻ്റെ ഉപദേശം നമ്മൾക്ക് എന്തായാലും ബഹുമാനത്തോടെ കേട്ടു. ഞാൻ പലവരും ആവശ്യപ്പെട്ടൊരു കാര്യമാണത്. അദ്ദേഹം ഇപ്പം പറഞ്ഞത് ഞാൻ വേറെ ചിലവരുടേതും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കർമ്മഭൂമി തന്നെയാണ്. ഞാൻ കേരളത്തിൽ ഓടിപ്പോകുന്നില്ലല്ലോ, ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന ആഴ്ചകളിലും മാസങ്ങളിലും എന്നെ കാണും, ഭയമുണ്ടാവരുത്. എന്തായാലും എനിക്ക് ഇപ്പോൾ പാർലമെന്റ് ആരംഭിക്കുന്നു ജനുവരി അവസാനം. ഞങ്ങളുടെ ബഡ്ജറ്റ് സെഷനും കമ്മിറ്റി മീറ്റിംഗ്സും ഒക്കെ തിരക്കുണ്ടാവും. പക്ഷേ സമയം കിട്ടുമ്പോൾ ഇനി പ്രയോറിറ്റി കേരളം തന്നെയാണ്, വേറെ എവിടെ തന്നെയല്ല. സജീവമായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു വലിയൊരു പ്രഖ്യാപനം ആവശ്യപ്പെടുന്നു. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന പ്രശ്നത്തിനെ കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് 2026 ഉണ്ടാവാൻ പോകുന്നുള്ളൂ. നമ്മൾക്കൊരു മുഖ്യമന്ത്രിയുമുണ്ട്, ഒരു സർക്കാരുമുണ്ട്. ആ സർക്കാരിന് വലിയൊരു ഭൂരിപക്ഷവുമുണ്ട്. നമ്മൾക്ക് എന്തിനാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം ചെയ്യാൻ ആവശ്യം? ഞാൻ എല്ലാവരും കാണുന്നു. അവസരം ഇനി ഇല്ലല്ലോ 26 വരെ. അപ്പോൾ നമ്മൾക്ക് അതിന് മുമ്പുള്ള മത്സരങ്ങളൊക്കെ നോക്കണ്ടേ ആദ്യം. പക്ഷേ കേരളത്തിനകത്ത് സജീവമായി പ്രവർത്തിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടാൽ ഞാൻ എങ്ങനെ എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയാം. താല്പര്യമുണ്ട്, നോക്കട്ടെ. NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയെപ്പറ്റി അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു തരൂരിന്റെ മറുപടി. തന്റെ മനസ്സിലോ പ്രവൃത്തിയിലോ ജാതിയില്ല, വീട്ടിൽ ജോലി ചെയ്യുന്നവരുടെ ജാതി പോലും തനിക്കറിയില്ല. NSS രജിസ്ട്രാറുടെ രാജിയും അതിന്റെ സന്ദർശനവും തമ്മിൽ ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും തരൂർ പ്രതികരിച്ചു. നോക്കൂ, വേറെ ജനങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളെ കുറിച്ച് അവരോട് ചോദിക്കണം എന്നാണ് ഞാൻ നിങ്ങൾ എല്ലാവരോടും ഉപദേശം പറയും. എനിക്ക് മറ്റേവരുടെ കോമന്റ്സിനെ കുറിച്ച് ഞാനും കോമന്ററി ചെയ്യാൻ വല്ല ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വല്ലതും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകളെ കുറിച്ച് നിങ്ങൾ ക്ലാരിഫിക്കേഷൻ ചോദിച്ചോളൂ. പക്ഷെ വേറെവർ പറയണം. നോക്കൂ, എല്ലാവർക്കും അവരുടെ സ്വന്തം അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായത്തെ പറയുന്നവരുടെ സ്വന്തം രീതി ഉണ്ടാവും. അതിനെ നമ്മളൊരു വിഷയമാക്കണതോ അതിനൊരു കോമന്ററി ചെയ്യുന്ന ആവശ്യമില്ല. എനിക്ക് ഇതിൽ ഒരു വ്യക്തിയെ ഇതുവരെ കണ്ടിട്ട് നിങ്ങളുടെ ജാതി എന്താണെന്ന് ചോദിക്കലോ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ജോലി കൊടുക്കലോ അതൊക്കെ ഞാൻ എൻ്റെ അടുക്കളയിൽ പ്രവർത്തിക്കുന്ന കുക്കിന്റെ ജാതി കൂടി ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എൻ്റെ മനസ്സിൽ. ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിനെ വീണ്ടും ശക്തിപ്പെടുത്താൻ കേരളത്തിൽ പ്രവർത്തിക്കണമെന്ന് തരൂരിനോട് ബാവ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ആണ് ചേരുന്നത്. ശ്രീജിത്ത്, നേരത്തെ തന്നെ ശശി തരൂരിന്റെ ഈ സന്ദർശനം തുടങ്ങിയപ്പോൾ തന്നെ നമ്മളാണ് ആദ്യം വാർത്ത നൽകിയത് ശശി തരൂരിന്റെ ഉന്നം മുഖ്യമന്ത്രി സ്ഥാനമാണ് എന്നത്. ഇന്നിപ്പോൾ തരൂർ തന്നെ ഏകദേശം തന്റെ പ്രവർത്തന മണ്ഡലം കേരളത്തിലാണ് എന്ന മട്ടിലേക്ക് പറഞ്ഞിരിക്കുന്നു. പലരും തന്നെ നിർബന്ധിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം വ്യത്യസ്തമായ സമുദായ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. ഇന്നിപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ബാബയുമായി അടക്കം കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹം തരൂർ കേരളത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിൽ ആവശ്യം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ഒരു രാഷ്ട്രീയം? കിരൺ നേരത്തെ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് കൃത്യമായി വ്യക്തമാക്കിയാണ് ശശി തരൂർ. അതായത് തന്റെ റൂട്ട് ശശി തരൂർ കൃത്യമായി തുറന്നു പറയുന്നു. നമുക്കറിയാം, പ്രബലരായ കത്തോലിക്ക സഭാ ബിഷപ്പുമാരെ കാണുന്നു, അതിനുശേഷം NSS ആസ്ഥാനത്തെത്തുന്നു. സമാനമായ ലക്ഷ്യം തന്നെയാണ് ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തും കിട്ടുന്നത്. സഭയിലുണ്ടായ ഒരു തരൂരിന് അനുകൂലമായ ഒരു കാര്യം, ഇവിടെ ഈ കേരളത്തിലെ പല കോൺഗ്രസിൽ തമ്മിലടിയുണ്ട്, അതെല്ലാം പരിഹരിക്കാൻ രംഗത്ത് ഇറങ്ങണം. മാത്രമല്ല കേരളത്തിൽ ശ്രീജിത്തിന്റെ ഫോണിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു. തരൂർ തനിക്ക് നിയമസഭയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ഇതുവരെയും നമ്മളുടെ വിശകലനങ്ങളോ അല്ലെങ്കിൽ അഭ്യൂഹങ്ങളോ ഒക്കെ ആയിരുന്നു. പക്ഷെ അവിടെയൊന്നും തരൂർ ഏതൊരു സ്ഥിരീകരണത്തിന് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തരൂർ തന്റെ മനസ്സ് തുറക്കുകയാണ്. തന്റെ ഉന്നം മുഖ്യമന്ത്രി കസേര തന്നെയാണ്. എന്തായാലും ശശി തരൂരിനെ പോലെ ഒരാൾ കേരളത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ കേവലം MLA ആയിരിക്കാനോ മന്ത്രി ആയിരിക്കാനോ ഒന്നും ആയിരിക്കില്ല. എന്തായാലും ശ്രീജിത്തിനെ വീണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത്, എന്താണ് തുടരാം? കിരൺ, തീർച്ചയായും. അതായത് പ്രബലരായ ബിഷപ്പുമാരെല്ലാം കണ്ട ശേഷം ഏറ്റവും ഒടുവിൽ ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടെ വലിയ സ്വീകരണം ലഭിക്കുന്നു. NSS ജനറൽ സെക്രട്ടറി പത്ര അഭിമുഖത്തിലൂടെയാണ് തരൂരിനെ ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ, മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ തന്നെ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പറയുകയാണ് ശശി തരൂർ തന്നെ
കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് കോൺഗ്രസിനെ തിരിച്ച് അധികാരത്തിൽ എത്തിക്കണമെന്ന് പറയുന്നു. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പ്രസ്താവനയാണ് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരു ആത്മവിശ്വാസം വീണ്ടും പ്രകടിപ്പിക്കുകയാണ്. തരൂർ പറയുന്നത് തനിക്ക് മത്സരിക്കാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് തുറന്നു പറയുകയാണ് ഇത് ആദ്യമായി തരൂർ എന്നുള്ളത് കൂടിയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് തരൂര് കൃത്യമായ ഒരു ട്രാക്കിലൂടെ സഞ്ചരിച്ച് എത്തേണ്ടടുത്തേക്ക് എത്താനുള്ള, അതായത് ആദ്യഘട്ട പര്യടനത്തിൽ ഏതാണ്ട് വിജയകരമായി പൂർത്തിയാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശ്രീജിത്ത്, ഇത് ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ ഒരു പിന്തുണ, അല്ലെങ്കിൽ ആ പിന്തുണ തരൂർ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നാണ് ഉള്ള മട്ടിലല്ലേ വാർത്തകൾ വരുന്നത്. ഇവർ ഈ രാഷ്ട്രീയമായ വിഷയങ്ങൾ തന്നെയാണോ പ്രധാനമായും അപ്പോൾ ചർച്ച നടത്തിയത്? അതിന്റെ ഒരു തെളിവ് കൂടിയല്ലേ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളും? തീർച്ചയായും രാഷ്ട്രീയം തന്നെ സംസാരിക്കുകയും രാഷ്ട്രീയം പറയുകയും ചെയ്യുന്നു. അതായത് കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്, കക്ഷി രാഷ്ട്രീയമാണ് പറയുകയും ചെയ്തത്. അതാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ വാക്കുകളിൽ നിന്ന് വളരെ കൃത്യമായി വ്യക്തമാകുന്നത്. തരൂർ ഡൽഹിയിൽ പ്രവർത്തിച്ചാൽ പോരാ, കേരളത്തിൽ പ്രവർത്തിക്കുകയും കേരളത്തിൽ കോൺഗ്രസിനെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് വളരെ കൃത്യമായി തുറന്നു പറയുകയാണ് എല്ലാ ചാനൽ ക്യാമറകളും നിൽക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ തരൂരിന് ഓർത്തഡോക്സ് സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് വളരെ കൃത്യമായി പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. NSS ജനറൽ സെക്രട്ടറിയോടൊക്കെ ആ വേദിയിൽ കാര്യമായൊരു ഈ രാഷ്ട്രീയം പറഞ്ഞ് ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലപാടൊന്നും ഉണ്ടായില്ല. പിന്നീട് മാധ്യമങ്ങളിൽ അഭിമുഖം നൽകിയാണ് പ്രഖ്യാപിച്ചത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഓർത്തഡോക്സ് സഭയിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചുകൂടി പരസ്യമാകുകയാണ്. തരൂര് വഴി കേരളത്തിൽ അധികാരം പിടിക്കണം കോൺഗ്രസ് എന്ന് തന്നെയാണ് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഇപ്പോൾ തരൂരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കിരൺ, ഈ തരൂരിനൊപ്പം ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നോ അദ്ദേഹത്തോടുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി? മുതിർന്ന നേതാക്കൾ ഒന്നുമില്ല. മോഹൻരാജിനെ പോലുള്ള നേതാക്കൾ നമ്മൾ നേരത്തെ പല സന്ദർശനങ്ങളിലും കണ്ടിരുന്നതാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ചിന്തു കുര്യൻ ജോയി ഉണ്ടായിരുന്നു. അങ്ങനെ പല നേതാക്കളും, പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കൾ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഒപ്പം പുതുപ്പള്ളിയിൽ എപ്പോഴും കാണുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കം ഇവിടെ ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തുണ്ടായിരുന്നു. അതും നമ്മൾ ഈരാറ്റുപേട്ടയിലൊക്കെ കണ്ടതാണ്. അതിന്റെ ഒരു തുടർച്ച തന്നെ ഇവിടെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും എ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരു പിന്തുണ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതും കൂടി എടുത്ത് കാണേണ്ടതുണ്ട്. ശരി, എന്തായാലും ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കമാണ് ശശി തരൂർ നടത്തിയിരിക്കുന്നത്. ഈ ദിവസം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ശശി തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് തുറന്നു പറയുകയും ഓർത്തഡോക്സ് സഭയെ പോലെ ഒരു പ്രധാനപ്പെട്ട സഭയുടെ അധ്യക്ഷൻ തന്നെ ശശി തരൂർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന് കോൺഗ്രസിനെ മടക്കി കൊണ്ടുവരണമെന്നുള്ള ആവശ്യം പരസ്യമായി ചാനലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് ജി ശ്രീജിത്താണ്. മറ്റൊരു വാർത്തയിലേക്ക്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയില്ലെന്ന് രമേശ് ചെന്നിത്തല. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഉയർത്തിയ വിമർശനത്തിനാണ് രമേശ് ചെന്നിത്തലയുടെ മറുപടി. തന്നെ പ്രൊജക്ട് ചെയ്തതുകൊണ്ടാണ് UDF പരാജയപ്പെട്ടത് എന്ന ആരോപണത്തിന് അടിസ്ഥാനമില്ല. തന്റെ മതേതര നിലപാടിൽ ഒരിക്കലും വെള്ളം ചേർക്കില്ലെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഞാൻ എന്നും ഒരു മതേതരവാദിയാണ്, മതേതര നിലപാടുള്ള ആളാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിന്നിട്ടുള്ളൂ. നാളെയും അത്രയേ ഉള്ളൂ. അതിനകത്തൊന്നും ഒരു വ്യത്യാസവുമില്ല. ആ മതേതര നിലപാടിലൊന്നും ഒരിക്കലും ഞാൻ വെള്ളം ചേർക്കുകയില്ല. NSSന്റെ പ്രതികരണത്തോട് അസഹിഷ്ണുതയില്ലെന്ന് VD സതീശൻ. സർക്കാരിനെ വിമർശിക്കുന്നത് പോലെ പ്രതിപക്ഷത്തെ വിമർശിക്കണമെന്നും സതീശൻ പറഞ്ഞു. നമ്മളൊക്കെ നേതൃത്വ തലത്തിലിരിക്കുന്ന ആളുകളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗവൺമെന്റിനെ വിമർശിക്കുന്നത് പോലെ തന്നെ പ്രതിപക്ഷവും വിമർശിക്കപ്പെടും. തലനാരിഴകീറി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ വിലയിരുത്തുന്ന പോലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെയും ആളുകൾ വിലയിരുത്തും. അത് പല രീതിയിൽ ആളുകൾ വിമർശിക്കും. ആ വിമർശനത്തിനോടൊന്നും ഞങ്ങൾക്ക് ആർക്കും ഒരു അസഹിഷ്ണുതയില്ല. ഞങ്ങളെക്കുറിച്ച് ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിലും പറയാം. അത് ഗൗരവതരമായ കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഞങ്ങളത് പരിശോധിച്ച് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ നോക്കും. കാശില്ലാത്തവർ കളി കാണേണ്ടെന്ന കായിക മന്ത്രിയുടെ നിലപാടിനെ എതിർത്ത് പ്രതിപക്ഷം. വരേണ്യ സർക്കാരിന്റെ പ്രതികരണമാണ് മന്ത്രിയിൽ നിന്നുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ്. പട്ടിണി കിടക്കുന്നവനും കാണേണ്ട കളിയാണ് ക്രിക്കറ്റെന്നും ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. അമിതമായ വിലക്കയറ്റം നാട്ടിൽ നടക്കുകയാണ്, അതുകൊണ്ട് കുറച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ പട്ടിണി കിടക്കുന്നവൻ കളി കാണാൻ പോണ്ട, വേറെ കാര്യമൊന്നുമില്ല. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതിൽ കായിക മന്ത്രിയുടെ വാക്കുകളാണിത്. ടിക്കറ്റ് നിരക്ക് വർധനയെ ചൊല്ലി വിവാദം പുകയുമ്പോൾ സർക്കാരിന് കിട്ടേണ്ട നികുതി പണം കിട്ടണമെന്ന നിലപാടിലാണ് മന്ത്രി.
കഴിഞ്ഞ തവണത്തെ 5% വിനോദ നികുതി 12% ഉയർത്തിയതിനെതിരെ വ്യാപക വിമർശനം ഉയരുമ്പോഴാണ് കായിക മന്ത്രിയുടെ വിചിത്ര ന്യായീകരണം. കൂടാതെ നികുതി കുറച്ചാൽ BCCIയും KCAയും നേട്ടം കൊയ്യുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ വരേണ്യ സർക്കാരിന്റെ പ്രതികരണമാണ് മന്ത്രിയിൽ നിന്നുണ്ടായതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. ഇത്തരം ആളുകളെ എന്തിനാണ് മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതെന്നും PD സതീശൻ. വരേണ്യവർഗക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഗവൺമെന്റാണോ ഇത്? സാമ്പത്തിക സ്ഥിതിയുള്ളവർക്ക് വേണ്ടി മാത്രം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സർക്കാരാണോ ഇത്? ഇതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? പട്ടിണി കിടക്കുന്നവനൊന്നും വന്ന് കളി കാണേണ്ട എന്ന് പറയാൻ ഒരു മന്ത്രിക്ക് ധാർഷ്ട്യമുണ്ടാകണമെങ്കിൽ ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? എന്തൊരു മര്യാദകേടാണ് പറയുന്നത്, അസംബന്ധമാണ് പറയുന്നത്. പാവപ്പെട്ടവനും ക്രിക്കറ്റ് കാണണമെന്ന് രമേശ് ചെന്നിത്തല. പാവപ്പെട്ടവൻ കളി കാണരുത് എന്ന് പറയുന്ന മന്ത്രിയുടെ നിലപാടിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. അദ്ദേഹം അത് പിൻവലിക്കുകയും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്ക് കൂടി കളി കാണാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ നിരക്കാണ് ഇത്തവണത്തേതെന്നാണ് BCCIയുടെയും KCAയുടെയും വിശദീകരണം. മത്സരം നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വിനോദ നികുതി പൂർണ്ണമായും ഒഴിവാക്കി താരതമ്യേന കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് ഈടാക്കുമ്പോഴാണ് വരുമാനത്തെ ചൊല്ലിയുള്ള സർക്കാർ KCA പോരെന്നതും ശ്രദ്ധേയം. ന്യൂസ് 18 തിരുവനന്തപുരം. കാര്യവട്ടം അന്താരാഷ്ട്ര ഏകദിന മത്സരത്തിന് വിനോദ നികുതി കൂട്ടിയെന്ന വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്ന് മന്ത്രി MB രാജേഷ്. 24% മുതൽ 50% വരെ വാങ്ങാമായിരുന്ന വിനോദ നികുതി 12% കുറച്ചു നൽകുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചെയ്തത്. തിരുവനന്തപുരം കോർപ്പറേഷനോടും സംഘാടകരായ കേരള ക്രിക്കറ്റ് അസോസിയേഷനോടും ചർച്ച ചെയ്ത ഇരു കൂട്ടരുടെയും സമ്മതപ്രകാരമാണ് നികുതി നിരക്ക് നിശ്ചയിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ടിക്കറ്റ് നികുതി വർധനയിൽ കായിക മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. മന്ത്രിയുടെ പ്രതികരണം ഉചിതമായില്ലെന്ന് പന്ന്യൻ രവീന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിൽ നടക്കുന്ന ഒരു മത്സരം കാണാനുള്ള ആഗ്രഹം പാവപ്പെട്ടവർക്കുമുണ്ട്. അവർ പട്ടിണി കിടന്നാലും കളിയോടുള്ള കൂറുകൊണ്ടാണ് കളി കാണാനെത്തുന്നത്. അവർക്ക് പരമാവധി സൗകര്യം ഒരുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അത് വിസ്മരിക്കരുതെന്നും പന്ന്യൻ രവീന്ദ്രൻ പ്രതികരിച്ചു. കായിക മന്ത്രിയുടെ പരാമർശം നിർഭാഗ്യകരമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കളി എല്ലാവർക്കും കാണാനുള്ളതാണ്. അവിടെ പാവപ്പെട്ടവനും പണക്കാരനും എന്ന വ്യത്യാസമില്ല. പാവപ്പെട്ടവർ കളി കാണാൻ അവസരമുണ്ടാക്കി കൊടുക്കലാണ് സർക്കാർ ചെയ്യേണ്ടത്. മന്ത്രി ഏതു സാഹചര്യത്തിൽ പറഞ്ഞതായാലും അത് ശരിയായില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കളി എല്ലാവർക്കും കാണാനുള്ളതല്ലേ, പാവപ്പെട്ടവർക്ക് കളി എന്ത് കോണ്ടസ്റ്റിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നറിയാം. വളരെ നിർഭാഗ്യകരമായ, കാഷ്വലായി പറഞ്ഞതാണെങ്കിൽ പോലും എന്താണെങ്കിലും അത് വളരെ നിർഭാഗ്യകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് പാടില്ലാത്തതാണ്. തീർച്ചയായും കളി എല്ലാവർക്കും ഉള്ളതാണ്. പാവങ്ങളും പണക്കാരും ഒന്നും അവിടെ ഇല്ല. പാവപ്പെട്ടവന് കൂടുതൽ അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളെ കടമയാണ്. ടിക്കറ്റ് എടുക്കാൻ കഴിയാത്തവന് ടിക്കറ്റ് ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മളെ കടമ. ഗവൺമെന്റിന്റെ കടമ അതാണ്. അതിനാണ് സ്പോർട്സ് മന്ത്രി നോക്കുന്നത്. വയനാട് സുൽത്താൻ ബത്തേരി ടൗണിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ PM2വിനെ പിടികൂടി വനംവകുപ്പ്. 9 മണിയോടെയാണ് ആനയെ വനപാലകർ മയക്കോടി വെച്ചത്. PM2വിനെ പിന്നീട് മുത്തങ്ങ ആനപ്പന്തിയിലെ കൂട്ടിലേക്ക് മാറ്റി. PM2വിനെ പിടികൂടാൻ വനംവകുപ്പ് സംഘം 2 ദിവസമായി നടത്തിയ ദൌത്യമാണ് വിജയം കണ്ടത്. കാട്ടാനയെ മുണ്ടക്കൊല്ലി വനഭാഗത്ത് വച്ചാണ് രാവിലെ 9 മണിയോടെ വെടിവെച്ചത്. തുടർന്ന് വനംവകുപ്പിന്റെ ലോറിയിൽ തയ്യാറാക്കിയ പ്രത്യേക കൂട്ടിലേക്ക് കയറ്റി. പിന്നെ മുത്തങ്ങ ആനപ്പന്തിയിലെ ആനക്കൂട്ടിലെത്തിച്ചു. ഈ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആനയാണ്. 2 പേരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. 100ഓളം വീടുകൾ ഇത് തകർത്തൊരു ആനയാണ്. ഇതിന് മാത്രമല്ല, ഇതിന് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പിടികൂടുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളായിരുന്നു. അത് ഏറ്റവും മസ്റ്റായിരുന്നു അത്. പിന്നെ ഇന്നലെ നമ്മൾ കാട്ടിൽ കയറിയെങ്കിലും ആനയെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ നമുക്കൊരു പറ്റിയൊരു സ്ഥലത്ത് നമുക്ക് ഡാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആനയെ ഡാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൊല്ലിയിൽ വെച്ചൊക്കെ ഡാർട്ട് ചെയ്താൽ നമുക്ക് അതിനെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. എന്തായാലും ഇന്ന് ഭാഗ്യം കൊണ്ട് രാവിലെ തന്നെ നമുക്ക് നല്ലൊരു സ്ഥലത്ത് ഇതിനെ നമുക്ക് ഡാർട്ട് ചെയ്യാൻ പറ്റി. തമിഴ്നാട് വനമേഖലയിൽ 176 കിലോമീറ്ററിലേറെ സഞ്ചരിച്ചാണ് കാട്ടാന ബത്തേരി നഗരത്തിലെത്തിയത്. PM2വിനൊപ്പം മറ്റൊരു കാട്ടാനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതും ദൌത്യം കഴിഞ്ഞ ദിവസം സങ്കീർണമാക്കിയിരുന്നു. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാനായി പ്രവർത്തിച്ച ദൌത്യസംഘത്തെ വനമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. മുഴുവൻ വളണ്ടിയർമാരെയും അവരെ സഹായിച്ച നാട്ടുകാരെയും
അതിന് നേതൃത്വം നൽകിയ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെയും ജില്ലാ ഭരണകൂടത്തെയും ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. മിഷൻ PM2 വിജയിച്ചിരിക്കുന്നു. പന്തലൂർ മക്നു ഇനി മുത്തങ്ങ ആന ക്യാമ്പിന് സ്വന്തം. വയനാട് മുത്തങ്ങയിൽ നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് 18. ഇനി മറ്റൊരു ആനയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ്. പാലക്കാട് ധോണിയിലിറങ്ങിയ PT7 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമമാണ്. ഈ PM2വിനെ പിടികൂടിയ ഈ മയക്കുമരുന്ന് വെച്ച മയക്ക് വെടിവെക്കാൻ പോയ ദൗത്യസംഘം അടുത്ത ദിവസം മടങ്ങിയെത്തും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ദൗത്യവുമായി അവർ ഇറങ്ങും. വയനാട് PM2 കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം വിജയിച്ചു. ഇനി ധോണിയിലെ PT7 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുകയാണ് അടുത്ത ലക്ഷ്യം. ഇതിനായി വയനാട്ടിലുള്ള ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം അടുത്ത ദിവസം പാലക്കാടെത്തും. PT7നെ തളയ്ക്കാനുള്ള കൂടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പ്രദേശത്ത് കുങ്കിയാനയും നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ PM2നെ പിടിച്ചതുകൊണ്ട് 2 ദിവസത്തിനകം അവർ തിരികെ എത്തുകയും നമുക്കൊരു 3-4 ദിവസത്തിനകം തന്നെ കൂടിൻ്റെ പണി പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ടും സഹകരണത്തോട് കൂടിയിട്ടും നമുക്ക് PT7നെ മരിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് വനവകുപ്പിരിക്കുന്നത്. ധോണി ജനവാസ മേഖല കൂടുതലുള്ള പ്രദേശമായതിനാൽ ആനയെ പിടികൂടുന്നത് ഏറെ ദുഷ്കരമായ ദൗത്യമാണെന്ന് രഞ്ജിത്ത് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം PT7നെ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ഇന്നലെ വൈകുന്നേരമാണ് മലമ്പുഴ ഡാമിന്റെ സമീപ പ്രദേശങ്ങളായ കവയിലും ചേമ്പനയിലും കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റിയത്. തമിഴ്നാട് കൂനൂരിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചതിന്റെ ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തു വന്നു. കേരള പോലീസ് സ്വീകരിച്ച ശക്തമായ ഒരു നടപടിയുടെ വാർത്തയാണ്. ഇൻസ്പെക്ടർ PR സുനുവിനെ പോലീസ് സർവീസിൽ നിന്ന് നീക്കി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായതിനെ തുടർന്നാണ് നടപടി. സുനുവിനെതിരെ കർശന നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്താണ് ബേപ്പൂർ കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ PR സുനുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതായി ഉത്തരവ് പുറത്തിറക്കിയത്. സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിലാണ് നടപടി. കൂട്ടബലാത്സംഗ കേസിൽ ഉൾപ്പെടെ പ്രതിയായിരുന്നു. ഈ കേസിൽ അന്വേഷണ സംഘം ക്ലീൻ ചിറ്റ് നൽകിയെങ്കിലും കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകുകയായിരുന്നു. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 86 പ്രകാരമാണ് സുനുവിനെതിരെ സംസ്ഥാന പോലീസ് മേധാവി നടപടി എടുത്തത്. സ്ഥിരമായി ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ സർവീസിൽ തുടരാൻ അയോഗ്യരാക്കുന്നതാണ് ഈ വകുപ്പ്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ വകുപ്പ് അനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ. കാസർഗോഡ് ബേനൂരിലെ അഞ്ജുശ്രീയുടെ മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. മൊബൈൽ ഫോൺ വിവരങ്ങളും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം മരണത്തിലെ ദുരൂഹത അകറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നു. കാസർകോട്ടെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അഞ്ജുശ്രീയുടെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് മരണം ആത്മഹത്യയാണെന്ന് തിരിച്ചറിഞ്ഞത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അഞ്ജുശ്രീയുടെ മൊബൈൽ ഫോണും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തി. ആത്മഹത്യാക്കുറിപ്പിൽ മാനസിക സമ്മർദ്ദം മൂലം മരിക്കുന്നു എന്നാണ് കുറിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നാണ് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷബാധയേറ്റാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. രാസപരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം മാത്രമേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടാകൂ. പെൺകുട്ടിയുടെ ബന്ധുക്കളും മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസ് ഇതും കൂടി പരിഗണിക്കേണ്ടതാണ്. 2-ാം തീയതി മുതൽ ഈ കുട്ടി ചികിത്സയിലുമായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന പോലീസ് തന്നെയാണ്.
പുറത്തുവന്ന വിവരങ്ങൾ ആരോഗ്യവകുപ്പിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ആശ്വാസം പകരുന്നതാണ്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കോട്ടയത്ത് അൽഫാം കഴിച്ച യുവതി മരിച്ചത് ഭക്ഷ്യവിഷബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ച് ഫോറൻസിക് റിപ്പോർട്ട്. ഭക്ഷ്യവിഷബാധയാണ് അണുബാധയ്ക്ക് കാരണമായതെന്ന് ലാബ് പരിശോധനാ ഫലം പോലീസിന് ലഭിച്ചു. ഇന്നലെ അറസ്റ്റിലായ മുഹമ്മദ് സിറാജുദ്ദീനെ കൂടാതെ ഉടമകൾ ഉൾപ്പെടെ 3 പ്രതികൾ കൂടി കേസിലുണ്ടാകും. ഒടുവിൽ രശ്മി രാജിന്റെ മരണത്തിന് കാരണമെന്തെന്ന് അന്തിമമായി സ്ഥിരീകരിക്കുകയാണ്. അൽഫാം കഴിച്ചതിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് അണുബാധയ്ക്ക് കാരണമായത്. ഇത് ആന്തരാവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. മരണത്തിലേക്ക് നയിച്ചതിന് ഇതാണ് കാരണമെന്ന് ലാബ് റിപ്പോർട്ട് പറയുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭിച്ചതോടെ കൂടുതൽ ശക്തമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. ഹോട്ടലിലെ ചീഫ് കുക്കായ മുഹമ്മദ് സിറാജുദ്ദീനെ ഇന്നലെ ഗ്രാൻഡ് കേര, ചോയ്സ് കാറ്ററിംഗ് എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണവസ്തുക്കൾ പിടിച്ചെടുത്തത്. ഞായർ തിങ്കൾ ദിവസങ്ങളായി 641 സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധന നടത്തി. ഞായറാഴ്ച 180 സ്ഥാപനങ്ങളിലും തിങ്കളാഴ്ച 461 സ്ഥാപനങ്ങളിലുമാണ് പരിശോധന നടത്തിയത്. വൃത്തിഹീനമായി പ്രവർത്തിച്ച 9 സ്ഥാപനങ്ങളുടെയും ലൈസൻസ് ഇല്ലാതിരുന്ന 27 സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ 36 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. 188 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. മന്ത്രി വീണ ജോർജാണ് ഈ വിവരങ്ങൾ അറിയിച്ചത്. നയന സൂര്യന്റെ ദുരൂഹ മരണം ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് SP മധുസൂദന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. DYSP ജലീൽ തോട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഒരാഴ്ച മുമ്പ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നില്ല. ഇതിനിടെ നയനയുടെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തു. പേരിന്റെ അറ്റത്ത് നമ്പൂതിരി ഉണ്ടെന്ന് കരുതി പഴയിടത്തെ അപമാനിക്കുന്നത് എന്തിനാണെന്ന് പ്രതിപക്ഷ നേതാവ്. ഇത് കേരളത്തിന് പറ്റുന്ന പ്രവണതയല്ല, കലോത്സവത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള ചർച്ചയായി പോയെന്നും സതീശൻ വിമർശിച്ചു. അപമാനിച്ച് പറഞ്ഞയക്കാൻ എന്താണ് ഉണ്ടായത്? എന്ത് കാര്യമാണ് ഉണ്ടായത്? എന്തിനാണ് ഇത്തരം ഒരു ചർച്ച അവിടെ വന്നത്? അവിടെ വെജിറ്റേറിയൻ മാത്രം നോൺ വെജിറ്റേറിയൻ ആക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. ആർക്കാണ് പരിഭവം? അതിന് ആ മനുഷ്യനെ അപമാനിക്കേണ്ട വലിയ കാര്യമുണ്ടോ? പേരിന്റെ അറ്റത്ത് അദ്ദേഹത്തിന്റെ ഒരു നമ്പൂതിരി ഉണ്ട് എന്ന് കരുതി അദ്ദേഹത്തെ അങ്ങനെ അപമാനിക്കുന്നത് ശരിയാണ്? ഇതൊന്നും നല്ല ട്രെൻഡല്ല. ഇതൊക്കെ അപകടകരമായ ട്രെൻഡാണ്. ഇതൊന്നും കേരളത്തിന് യോജിച്ച കാര്യങ്ങളല്ല. ഇതൊക്കെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ശരിയല്ല. കലോത്സവത്തിലെ നോൺ വെജ് വിവാദം ശുദ്ധ അനാവശ്യമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഭക്ഷണം രാഷ്ട്രീയ ആയുധമാക്കുന്നത് ശരിയല്ല. 4 ദിവസം വെജിറ്റേറിയൻ കഴിച്ചാൽ എന്താണ് പ്രശ്നം? ഭക്ഷണത്തിന്റെ അവകാശത്തെ പറ്റിയുള്ള ചർച്ചയും ഒരു ദിവസം എന്ത് കഴിക്കണമെന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അല്ല, അത് വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല. അത് വിവാദമാക്കിയത് തന്നെയാണ് മോശം. 4 ദിവസം വെജിറ്റേറിയൻ കഴിച്ചാൽ എന്താ? ഭക്ഷണത്തിന്റെ അവകാശത്തെ പറ്റി നടക്കുന്ന ചർച്ചയും ഒരു ദിവസം എന്ത് കഴിക്കണം അല്ലെങ്കിൽ 2-3 ദിവസം എന്ത് കഴിക്കണം എന്നുള്ള വിവാദവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്വരം മോശമാണ്. അതൊക്കെ സമൂഹത്തിൽ നല്ല പ്രവണതകളല്ല. ഭക്ഷണം ഒരു രാഷ്ട്രീയ ഇതാക്കി ഉത്തരേന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന രീതി കേരളത്തിൽ അധികം തുടരുന്നത് നല്ലതല്ല. ഇതൊക്കെ സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കും. 4 ദിവസം വെജിറ്റേറിയൻ കഴിച്ചാൽ എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ ഒരു ഇവന്റിന് എന്ത് ഭക്ഷണം വേണം, അല്ലെങ്കിൽ ഒരു നേരം എന്ത് കഴിക്കണം, ഒരു ദിവസം എന്ത് കഴിക്കണം എന്നുള്ളത് വ്യക്തികളോ അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരോ തീരുമാനിക്കേണ്ട കാര്യമല്ല. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വിവാദം തന്നെ ശുദ്ധ അനാവശ്യമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അടുത്ത വർഷം നോൺ വെജ് വിളമ്പാനുള്ള നീക്കത്തെ അപലപിച്ച മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന വിവാദം നിർഭാഗ്യകരമാണ്. ഭക്ഷണത്തിൽ വിഭാഗീയത ഉണ്ടാക്കിയതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിനുമാണെന്നും മജീദ് കുറ്റപ്പെടുത്തി. കലോത്സവത്തിൽ സസ്യേതര വിഭവങ്ങളും വേണമെന്ന ആവശ്യം ആദ്യം ഉയർന്നത് ഇടതു കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഒരു കാര്യവുമില്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഇത് ഏറ്റുപിടിക്കുകയായിരുന്നുവെന്നും മജീദ് ഫേസ്ബുക്കിൽ കുറിച്ചു. പഴയിടം മോഹനൻ നമ്പൂതിരിയെ ഇപ്പോൾ അധിക്ഷേപിക്കുന്നവരിൽ കപട പുരോഗമനവാദികളും വിപ്ലവ വായാടികളുമുണ്ടെന്ന് MV ജയരാജൻ. ഭയന്നോടുന്നത് ഒരു പ്രതിഭാശാലിയിൽ നിന്നും നാട് പ്രതീക്ഷിക്കുന്നതല്ല. ഭയന്നോടിയവരോ മാപ്പെഴുതി കൊടുത്തവരോ അല്ല, ധീരതയുള്ളവരാണ് നമ്മെ ഭരിക്കുന്നതെന്നും MV ഗോവിന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഡൽഹിയിൽ 7 മാസം ഗർഭിണിയായ യുവതിയെ ചുട്ടുകൊല്ലാൻ ശ്രമം. ഭവാനിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം. ഭർത്താവും ബന്ധുക്കളും ചേർന്നാണ് തീവെച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഡൽഹി വനിതാ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. ഭൂമി ഇടിഞ്ഞു താഴ്ന്ന ജോഷിമഠിലെ അതീവ
സ്ഥിതി അതീവ ഗുരുതരമെന്ന വിദഗ്ധ സംഘം. സ്ഥിതി അതീവ ഗുരുതരമെന്ന് കണ്ടെത്തിയ 4 വാർഡുകളിലേക്കുള്ള പ്രവേശനം അധികൃതർ നിരോധിച്ചു. ഇവിടങ്ങളിൽ നിന്ന് ജനങ്ങളെ ഇന്നു തന്നെ ഒഴിപ്പിക്കുമെന്നും അധികാരികൾ വ്യക്തമാക്കി. സിംഗ്ധർ, ഗാന്ധിനഗർ, മനോഹർ ബാഗ്, സുനിൽ എന്നീ വാർഡുകളിലേക്കാണ് പ്രവേശനം നിരോധിച്ചത്. അപകടകരമാണെന്ന് കണ്ടെത്തിയ കെട്ടിടങ്ങൾ ചുവന്ന നിറം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വിഷയം സുപ്രീം കോടതി നാളെ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് മുമ്പാകെ ഉയർന്നിരുന്നു. സംഭവത്തിൽ സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. അപകട സൂചനകൾ ഉണ്ടായിട്ടും സർക്കാർ ഇത് അവഗണിച്ചെന്ന് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് ആരോപിച്ചു. അതിശൈത്യത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഉത്തരേന്ത്യ. ഡൽഹിയിൽ കുറഞ്ഞ താപനില 2 ഡിഗ്രിക്ക് താഴെയാണ്. ഹരിയാനയിൽ ഹിസാറിൽ കുറഞ്ഞ താപനില 1.4 ഡിഗ്രിയാണ് രേഖപ്പെടുത്തിയത്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 88 തീവണ്ടികളാണ് ഈ കാലാവസ്ഥ ബുദ്ധിമുട്ട് കാരണം റദ്ദാക്കിയത്. വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയ സംരക്ഷിത ഉദ്യാനങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോൺ നിർബന്ധമാക്കിയ ഉത്തരവിൽ ഇളവ് തേടി കേരളം സുപ്രീം കോടതിയിലേക്ക്. 23 സംരക്ഷിത മേഖലകൾക്ക് ഇളവ് തേടിയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. വിധി ജനങ്ങൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെന്ന് അപേക്ഷയിൽ കേരളം ചൂണ്ടിക്കാണിക്കുന്നു. സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ നിരവധി ചെറുകിട ഇടത്തരം നഗരങ്ങളിൽ ബഫർ സോൺ മേഖലകൾ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിൽ ഉള്ളവരെ പുനരധിവസിപ്പിക്കുക പ്രായോഗികമല്ലെന്നും കേരളം ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബഫർ സോൺ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവിനെ പുറത്താക്കി കേരള കോൺഗ്രസ് എം. പമ്പാവാലി സമരത്തിന് നേതൃത്വം നൽകിയ കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റി അംഗം PJ സെബാസ്റ്റ്യനെയാണ് അച്ചടക്ക വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് പുറത്താക്കിയത്. VD സതീശന്റെയും K സുരേന്ദ്രന്റെയും പരിപാടിയിൽ വിഷയം അവതരിപ്പിച്ചത് PJ സെബാസ്റ്റ്യനായിരുന്നു. പമ്പാവാലി സമരത്തിന്റെ നായകൻ തന്നെ PJ സെബാസ്റ്റ്യനായിരുന്നു. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനകീയ സദസ്സുകൾക്ക് വിഷയം അവതരിപ്പിച്ചിരുന്നത് സെബാസ്റ്റ്യനായിരുന്നു. VD സതീശൻ കഴിഞ്ഞ ദിവസം പമ്പാവാലിയിലെത്തിയപ്പോഴും സെബാസ്റ്റ്യനായിരുന്നു പരിപാടി നിയന്ത്രിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കുന്നത്. എരുമേലി മണ്ഡലം കമ്മിറ്റിയാണ് സെബാസ്റ്റ്യനെ പുറത്താക്കിക്കൊണ്ട് പോസ്റ്റർ പതിപ്പിച്ചത്. ജനങ്ങൾക്കൊപ്പം നിന്നതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ സങ്കടമില്ലെന്ന് PJ സെബാസ്റ്റ്യൻ പറഞ്ഞു. PJ സെബാസ്റ്റ്യൻ എന്ന ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വലിയ സമ്മേളന നേതാവൊന്നുമല്ല. പക്ഷേ അതിൽ പങ്കെടുത്തില്ല എന്നുള്ളത് നമ്മളെ അറിയിച്ചിട്ട് വന്ന പരിപാടി അല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരും പങ്കെടുത്തില്ല. അതിന്റെ രോഷമൊക്കെ ആകാം. കർഷകന്റെ പാർട്ടി എന്ന് പറയുന്ന ആളുകൾ കർഷകർക്കൊപ്പം നിൽക്കണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും മാണി സാർ ഉൾപ്പെടെ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ. പക്ഷെ ഇപ്പൊ കാണുന്ന നിലപാടതല്ല. ചില ആളുകൾക്ക് വേണ്ടി മാത്രം ചില നേതാക്കന്മാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം ജനങ്ങൾക്കൊപ്പം നിന്നതിന്റെ പേരിൽ, കർഷകർക്കൊപ്പം നിന്നതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായതിൽ യാതൊരു വിഷമവുമില്ല. അതേസമയം സെബാസ്റ്റ്യൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് കേരള കോൺഗ്രസ് എം ആരോപണം. മുൻപ് തന്നെ നടപടിയെടുക്കാനിരുന്നതാണ്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പ്രാദേശികമായി നടത്തിയ ബഫർ സോൺ യോഗത്തിൽ സെബാസ്റ്റ്യൻ പങ്കെടുത്തിരുന്നില്ല. ഇതാണ് നേതാക്കളെ വീണ്ടും ചൊടിപ്പിച്ചത്. ന്യൂസ് 18 കോട്ടയം. കോട്ടയത്ത് ഇടതുമുന്നണിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയുണ്ടാവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരള കോൺഗ്രസ് എം മുന്നണി മര്യാദ പാലിക്കുന്നതിൽ തുറന്നടിച്ച CPI ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നു. അതേസമയം പാറത്തോടക്കമുള്ള പഞ്ചായത്തുകളിൽ പ്രധാന സ്ഥാനങ്ങൾ നാളെ രാജിവെക്കുമെന്ന് കേരള കോൺഗ്രസും അറിയിച്ചു. ധാരണ പ്രകാരം ഡിസംബർ 30-നായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാനങ്ങൾ പാർട്ടികൾ രാജിവെക്കേണ്ടിയിരുന്നത്. CPM-ഉം CPI-യും ധാരണകൾ പാലിച്ചു. പക്ഷെ കേരള കോൺഗ്രസ് എം ഇതിന് തയ്യാറായില്ല. പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കാത്ത കേരള കോൺഗ്രസ് നടപടിയാണ് CPI ചോദ്യം ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാനാകില്ലെന്ന് CPI പറയുന്നു. 5-ാം തീയതി യോഗത്തിൽ വന്ന് ഇന്ന് തന്നെ രാജിവെക്കുമെന്ന് അന്നും പറഞ്ഞു. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വീണ്ടും കൂടിയ യോഗത്തിൽ കേരള കോൺഗ്രസ് നേതാക്കന്മാർ നമ്മളോട് പറയുന്നത്, നിങ്ങളുടേതുപോലൊരു കേഡ് പാർട്ടിയാണോ ഞങ്ങളുടേത്, അതുകൊണ്ട് രാജിവെക്കുന്നതിന് ചില അസൗകര്യങ്ങളൊക്കെ അവർ പറയുന്നു എന്നാണ് പറയുന്നത്. അതേസമയം ഇരു സ്ഥാനങ്ങളും നാളെ രാജിവെക്കുമെന്നാണ് കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല. നേരത്തെ ഡിസംബർ 30-നും ജനുവരി 2-നും ജനുവരി 5-നും രാജിവെക്കുമെന്ന് കേരള കോൺഗ്രസ് അറിയിച്ചിരുന്നതായി CPI ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 കോട്ടയം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റായി PK ശ്രീമതിയെ തെരഞ്ഞെടുത്തു. മറിയം ധാവ്ല സെക്രട്ടറിയായി തുടരും. കേരളത്തിൽ നിന്ന് KK ശൈലജ, P സതീദേവി, സൂസൻ കോടി, PK സൈനബ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും N സുകന്യ, CS സുജാത എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. സുശീല ഗോപാലിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മലയാളി ദേശീയ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റായി
ഉള്ള ദേശീയ പ്രസിഡന്റായുള്ളത് വലിയ ഉത്തരവാദിത്തമാണെന്നും അതിൽ സന്തോഷമുണ്ടെന്നും പി കെ ശ്രീമതി ന്യൂസ് 18 പറഞ്ഞു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റായി ഇപ്പോൾ പി കെ ശ്രീമതി ടീച്ചർ തെരഞ്ഞെടുക്കുകയാണ്. ടീച്ചർ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. വലിയൊരു ചുമതലയാണ് ടീച്ചറിനുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ചുമതല ഇനി നോക്കിക്കാണുന്നത്? ആ ചോദ്യം വളരെ അർത്ഥവത്താണ്. പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തലസ്ഥാന നഗരിയിൽ ആണ് ഞങ്ങളുടെ ഓഫീസും സംവിധാനവും. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് ഉള്ള കേരളത്തിൽ നിന്ന് ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു പ്രവർത്തക എന്നുള്ള നിലയിൽ ദേശീയതലത്തിൽ പ്രസിഡന്റ് ആകുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നേരിടുക എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടും ഞങ്ങളുടെ സംഘടനയിലുള്ള എന്റെ സഹപ്രവർത്തകരുടെയും പിൻബലം കൊണ്ടും തീർച്ചയായിട്ടും സംഘടന ഏൽപ്പിച്ച ഈ ഭാരിച്ച ഉത്തരവാദിത്വം നല്ല രീതിയിൽ നിർവഹിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. സുശീല ഗോപാലിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മലയാളി ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. അഭിമാനമാണ്, അഭിമാനപൂർവ്വം തന്നെയാണ്. പ്രിയങ്കരിയുമായിട്ടുള്ള നമ്മുടെ ഈ സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയും പിന്നീട് പ്രസിഡന്റും ആയിട്ട് പ്രവർത്തിച്ച സഖാവ് സുശീല ഗോപാലിന് ശേഷം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ദേശീയതലത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം അതിൽ വളരെ അഭിമാനിക്കുന്നുണ്ട്. എന്നോടൊപ്പം ഈ കേരളത്തിലെ 57 ലക്ഷം മെമ്പർമാരും വളരെയേറെ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എന്തായാലും ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ പി കെ ശ്രീമതി ടീച്ചർ എത്തിയിരിക്കുകയാണ്. എന്തായാലും ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു ചുമതലയാണ്. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ടീച്ചർ പറയുന്നത്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. KSEB മാസം തോറും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുമോ എന്നതിൽ അടക്കം തീരുമാനമെടുക്കാൻ വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. വൈദ്യുതി വിതരണ കമ്പനികൾക്ക് ഇന്ധന സർചാർജ് മാസം തോറും ഈടാക്കാൻ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. ഇന്ധന സർചാർജ് ഇപ്പോൾ 3 മാസത്തിലൊരിക്കലാണ് കണക്കാക്കുന്നത്. എത്ര തുക ഈടാക്കാമെന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാനങ്ങളിലെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനുകളാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഇന്ധനത്തിന്റെ വിലയിലുണ്ടാകുന്ന വർധന സർചാർജായി വൈദ്യുതി നിരക്കിൽ ഉൾപ്പെടുത്തി എല്ലാ മാസവും ഈടാക്കാമെന്നാണ് കേന്ദ്ര വൈദ്യുതി ഭേദഗതി. കേരളത്തിൽ കഴിഞ്ഞ കുറേക്കാലമായി സർചാർജ് ഈടാക്കുന്നതിൽ കമ്മീഷൻ തീരുമാനമെടുത്തിട്ടില്ല. വൈദ്യുതി ഭേദഗതിയിലൂടെ കമ്മീഷന്റെ മുൻകൂർ അനുമതിയില്ലാതെ തന്നെ സർചാർജ് ഈടാക്കാം. വൈദ്യുതി വാങ്ങുമ്പോഴുണ്ടാകുന്ന അധിക ചിലവുകളും ഉപഭോക്താക്കളിൽ നിന്ന് മാസം തോറും ഈടാക്കാനുള്ള അധികാരവും വിതരണ കമ്പനികൾക്ക് ചട്ടപ്രകാരം ലഭിച്ചു. ചൊവ്വാഴ്ചത്തെ ഔദ്യോഗിക തല ചർച്ചകൾക്ക് ശേഷം സംസ്ഥാനം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ചിത്രങ്ങളും പോസ്റ്ററുകളുമായി ശബരിമലയിൽ ദർശനം വിലക്കി ഹൈക്കോടതി. ഇത്തരത്തിലെത്തുന്ന ഭക്തരെ 18-ാം പടി വഴി കടത്തിവിടരുത്. സോപാനത്തിലും ദർശനത്തിന് അനുവദിക്കരുത്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ആവശ്യമായ നടപടിയെടുക്കണം. താരങ്ങളുടെയോ രാഷ്ട്രീയ നേതാക്കളുടെയോ ചിത്രങ്ങളോ പോസ്റ്ററുകളോ അനുവദിക്കരുത്. സോപാനത്തിൽ ഭക്തർ ഡ്രം ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാനും അനുവദിക്കരുതെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. ശബരിമലയിലെത്തിയ ഭക്തൻ അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് കോടതി ഈ തീർപ്പുണ്ടാക്കിയത്. സ്കൂൾ കലോത്സവ കപ്പ് വഹിച്ചുള്ള കോഴിക്കോട് ടീമിന്റെ ഘോഷയാത്ര വർണ്ണാഭമായി. തുറന്ന വാഹനത്തിൽ ട്രോഫികളുമായി ആയിട്ടായിരുന്നു നഗരപ്രദക്ഷിണം. 20ാം തവണയും കലാകിരീടത്തിൽ മുത്തമിട്ട കോഴിക്കോട്ടെ കലാകാരന്മാരും കലാകാരികളും അണിനിരന്നായിരുന്നു ഘോഷയാത്ര. മാനാഞ്ചിറ ചുറ്റിയെത്തിയ ഘോഷയാത്രയിൽ പാട്ടും ആരവങ്ങളുമായി വിദ്യാർത്ഥികൾ അണിനിരന്നു. മലബാറിന്റെ പരമ്പരാഗത കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. കോഴിക്കോട് ടീമിന് ലഭിച്ച കലോത്സവ ട്രോഫികളും വഹിച്ചായിരുന്നു നഗരപ്രദക്ഷിണം. കൂട്ടായ്മയുടെ വിജയമായിരുന്നു കോഴിക്കോട്ടെ കലോത്സവമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നാടിന്റെ വികസന കാര്യത്തിൽ ഇത്തരം ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള സന്ദേശമാണ് ഈ കലോത്സവം നമ്മളെയും പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ മറ്റൊരു ഭിന്നതയും ഉണ്ടാകരുത്. ആർക്കെങ്കിലും ഒരാൾക്ക് പോറലേൽക്കുന്ന നിലയിലേക്കുള്ള ഒരു ഭിന്നതയുമില്ലാതെ കലോത്സവം സംഘടിപ്പിക്കാനാവുക, അതാണ് പ്രധാനം. തുടർന്ന് BEM സ്കൂളിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. 2023 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോലാറിൽ നിന്ന് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ.
എന്നാൽ തീരുമാനം അവസാനത്തേതല്ലെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു. അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഹൈക്കമാൻഡായിരിക്കും. ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളെ കുറ്റക്കാരായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നതായി മുഖ്യമന്ത്രി. വിക്ടിം ഷെയ്മിംഗ് സംഘടിതമായി നടത്തുന്നു. പുരുഷാധിപത്യ സമൂഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇക്കൂട്ടർ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി. KSRTCക്ക് ആശ്വാസം. KSRTC ബസ്സുകളിൽ പരസ്യം നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. താരസംഘടനയായ അമ്മയ്ക്ക് GST നോട്ടീസ്. സ്റ്റേജ് ഷോ വരുമാനത്തിൽ GST നൽകാനാണ് നിർദ്ദേശം. 2017 മുതലുള്ള GST ആണ് നൽകേണ്ടത്. ആലപ്പുഴയിൽ ബൈക്ക് അപകടത്തിൽ ഗൃഹനാഥൻ മരിച്ചു. അരൂർ തൈക്കടവിൽ അശോകനാണ് മരിച്ചത്. മകൻ അനന്തുവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാഹിത്യകാരൻ CP പള്ളിപ്പുറം കുഴഞ്ഞു വീണു. പല്ലിന് കുമാരനാശാൻ സ്മാരകത്തിൽ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് സംഭവം. CP പള്ളിപ്പുറത്തെ ഉടൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കിയിലെ ഭൂപ്രശ്നം ചർച്ച ചെയ്യാനായി ചേരാനിരുന്ന യോഗം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി യോഗം ആരംഭിച്ചെങ്കിലും വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം അഴൂർ ഗ്രാമപഞ്ചായത്തിൽ പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പക്ഷികളെയും കൊല്ലാനാണ് തീരുമാനം. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് ഒറ്റപ്പാലം കുടുംബ കോടതിയിലെത്തിയ യുവതിക്ക് വെട്ടേറ്റു. മനുശ്ശേരി സ്വദേശിനി ശ്രുതിക്കാണ് വെട്ടേറ്റത്. ഇവരുടെ ജീവിത പങ്കാളിയായിരുന്ന ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി മോഡൽ പീഡന കേസിൽ പ്രതി ഡിംപിൾ ലാംബയ്ക്ക് ജാമ്യം. കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചത്. തിരുവനന്തപുരം പാറ്റൂരിലെ ഗുണ്ടാ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18. ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണത്തിൽ രക്ഷപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ആലപ്പുഴ കായംകുളത്തുണ്ടായ വാഹനാപകടത്തിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി V. വേണു IAS-നും കുടുംബത്തിനും പരിക്കേറ്റു. പുലർച്ചെ 1 മണിക്കായിരുന്നു അപകടം. പാലക്കാട് വാളയാറിൽ കാർ മറിഞ്ഞു. ദേശീയപാതയിൽ തെരുവുനായ കുറുകച്ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടാണ് കാർ തലകീഴായി മറിഞ്ഞത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നഴ്സുമാരുടെ പ്രതിഷേധം. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിനെ മർദ്ദിച്ച സംഭവത്തിലാണ് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. കണ്ണൂർ തളിപ്പറമ്പിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ അക്രമം. കോൺഗ്രസ് തൃച്ചംബരം പാൽക്കുളങ്ങര ബൂത്ത് കമ്മിറ്റി ഓഫീസായ പ്രിയദർശിനി മന്ദിരത്തിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഉത്തര മലബാറിൽ ഇത് തെയ്യക്കാലമാണ്. ബ്രാഹ്മണ പൂജയ്ക്കൊപ്പം തെയ്യം കെട്ടിയാടുന്ന ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂരിൽ. ബ്ലാത്തൂർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ തെയ്യക്കാഴ്ചകളിലേക്ക്. വളരെ പണ്ടുള്ള ഒരു കഥയാണ്. ക്ഷേത്രം അധികാരികൾ ആയിരുന്ന ബ്രാഹ്മണ കുടുംബത്തിന് ക്ഷേത്രത്തിലെ നിത്യപൂജകൾ നടത്താൻ പോലും വകയില്ലാതെയായി. ഇല്ലം ക്ഷയിച്ചാലും ക്ഷേത്രം ക്ഷയിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ദേശത്തെ ചെമ്പകശ്ശേരി തറവാട്ടുകാർക്ക് ക്ഷേത്രത്തിൻ്റെ ചുമതല കൈമാറി. ബ്രാഹ്മണർ അല്ലാത്ത യാദവ സമുദായത്തിൽപ്പെട്ട ചെമ്പകശ്ശേരി തറവാട്ടുകാർ നിത്യപൂജകൾ മുടക്കം കൂടാതെ നടത്താൻ തയ്യാറായി. ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തെയ്യം അടിയന്തരമാണ് നടത്തുന്നത്. മറ്റുള്ള ക്ഷേത്രാചാരങ്ങളില്ല. അതുകൊണ്ടാണ് ഇവിടെ 2 അടിയന്തരമായിട്ട് നടക്കുന്നത്. അകത്തും പുറത്തും ഒരേ പ്രാധാന്യമാണ്. ശൈവവും വൈഷ്ണവമാണ്. പക്ഷേ ശൈവ ആചാരപ്രകാരമാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. വർഷങ്ങൾ പിന്നീട് പലതും കഴിഞ്ഞു. ചെമ്പകശ്ശേരി തറവാട്ടുകാർക്കൊപ്പം നാട്ടിലെ 9 തറവാട്ടുകാരും ക്ഷേത്രം ചുമതലയിൽ ഭാഗവാക്കായി. നിത്യപൂജ ചെയ്യുന്നത് ബ്രാഹ്മണൻ ആണെങ്കിലും ക്ഷേത്രത്തിലെ കഴകവും മറ്റും ചെയ്യുന്നത് മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യാദവ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ആണ്. നിത്യപൂജയുള്ള ക്ഷേത്രത്തിൽ തെയ്യം കെട്ടിയാടൽ തുടങ്ങിയത് എപ്പോഴാണ് എന്നൊന്നും ഈ തലമുറയിൽപ്പെട്ടവർക്ക് അറിയില്ല. കാലം മുതലാണ് തെയ്യവും പിന്നെ കെട്ടിയാടുന്നതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ തെയ്യവും ബ്രാഹ്മണ പൂജയും ഒരേ സമയം വരുന്നൊരു സ്ഥിതി വന്നിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ ശേഷം ഈ ചെമ്പശ്ശേരി തറവാട് കൂടാതെ 9 തറവാട്ടുകാർ അവരുടെയാണ് ഇതിൻ്റെ പിന്നെ ഒരാളെ സ്ഥാനത്ത് നിന്നിട്ട് ക്ഷേത്രം നടത്തിപ്പ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ആ തറവാട്ടുകാർ കൂടി ഒരു കമ്മിറ്റിയായിട്ടാണ് നടത്തി വരുന്നത്. വിശാലമായ വയൽപ്രദേശത്തോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുത്തപ്പൻ മടപ്പുരയിൽ നിന്നുള്ള കെട്ടുകാഴ്ച വരവും
വെടിക്കെട്ടും കഴിഞ്ഞാണ് വേട്ടയ്ക്കൊരു മകൻ, ഊർപ്പഴശ്ശി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട്. പുലർച്ചെ 4 മണിയോടെ തിരുമുറ്റത്തെത്തുന്ന തെയ്യങ്ങൾ വെയിലിന് കാഠിന്യമേറുന്നതിനു മുമ്പേ അരങ്ങൊഴിഞ്ഞിട്ടുണ്ടാകും. ഒട്ടേറെ ക്ഷേത്രങ്ങളും തെയ്യക്കാവുകളും കൊണ്ട് സമ്പന്നമായ ബ്ലാത്തൂർ ദേശത്തിന് കാവലായി വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു. ശ്രീനി ആലക്കോട്, ന്യൂസ് 18 കണ്ണൂർ. ഓർമ്മയിൽ കാടുള്ള മൃഗം എന്ന കവിതയുടെ കലാസൃഷ്ടി കാണാൻ കവി സച്ചിദാനന്ദൻ നേരിട്ടെത്തി. കാസർഗോട്ടെ ചെമ്മനാട്ടെ അനന്തകൃഷ്ണനാണ് വീടിന്റെ ചുമരിൽ കവിതയുടെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. തൃശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനകാലത്ത് മനസ്സിൽ ചേക്കേറിയ കവിതയ്ക്ക് ചുമർ ശില്പം ഒരുക്കുകയായിരുന്നു അനന്തകൃഷ്ണൻ. സിമന്റ് ഉപയോഗിച്ച് അക്രലിക് പെയിന്റിൽ മനോഹരമാക്കിയ ശില്പത്തിൽ കവിതയിലെ വരികൾ ഒരുപോലെ സമന്വയിക്കുന്നു. ഇങ്ങനൊരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ വീട്ടിൻ്റെ മുന്നിലൊക്കെ ഒന്നെങ്കിൽ കാണുക വളരെ ഫിനിഷ്ഡ് ആയിട്ടുള്ള വളരെ രസകരമായിട്ട് ആർക്കും കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നൊക്കെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ വായിച്ചെടുക്കാനോ പെട്ടെന്ന് ചിന്തിക്കാനോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു എക്സ്പ്രഷൻ്റെ അപ്ലൈയിങ് കൂടിയാണ്. കവിതയുടെ സൃഷ്ടാവും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കവി സച്ചിദാനന്ദൻ ചുമർ ശില്പം കാണാൻ ചെമ്മനാട്ട് വീട്ടിലെത്തി. ഓർമ്മയിൽ കാടുള്ള മൃഗം എളുപ്പം മെരുങ്ങുകയില്ല. എൻ്റെ ഓർമ്മയിൽ കാടുകളുണ്ട്, എൻ്റെ ഓർമ്മയിൽ കാടുകളുണ്ട്. വളരെ നല്ലൊരു മാസ്റ്റർ പീസ് തന്നെയാണ് വാസ്തവത്തിൽ ഇത്. ആ കവിതയായിട്ട് ഒക്കെ ബന്ധമുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ കവിതയായിട്ട് ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ പോലും ഒരു ഒന്നാം തരം ചിത്രമാണത്. 1 മാസം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കവിതയുടെ ചുമർ ശില്പം ഒരുക്കിയത്. ന്യൂസ് 18 കാസർഗോഡ്. പശ്ചിമഘട്ടത്തിന്റെ തെക്കു നിന്നുള്ള പ്രഭാത ദൃശ്യങ്ങളാവാം ഇനി. പൊക്കം കുറഞ്ഞ മലനിരകൾ അതിരിടുന്ന തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്തിയത് ഞങ്ങളുടെ ക്യാമറാമാൻ ബിപിൻ മുരളിയാണ്. പ്രകൃതിയുടെ ആ വിസ്മയ കാഴ്ചകളിലേക്ക് ഈ റിപ്പോർട്ടോടുകൂടി വാർത്തകൾ വിശദമായി പൂർണ്ണമാകുന്നു. നമസ്കാരം.